ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കരുതിടാമെന്നേറ്റവൻ യഹോവയിരയാകയാൽ വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടാമെന്നേറ്റവൻ യഹോവയിരയാകയാൽ വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഇതുവരെ നടത്തിയോ യേബനേസരാകയ യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. ഇതുവരെ നടത്തിയോ യേബനേസരാകയ യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. സർവശക്തനായവൻ യഹോവയെ എലോഹീമവൻ സർവമുഴങ്കാലും അടങ്ങിടുമേ. സർവശക്തനായവൻ യഹോവയെ എലോഹീമവൻ സർവമുഴങ്കാലും അടങ്ങിടുമേ. സർവനാമമേകമായി ഏറ്റുചൊല്ലുമേ അവൻ സർവരാലും വന്ദിതൻ മഹോന്നതൻ. സർവനാമമേകമായി ഏറ്റുചൊല്ലുമേ അവൻ സർവരാലും വന്ദിതൻ മഹോന്നതൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. മനോഹരമായൊരു സമയം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ദാനമായി തന്നു. തിരുവചനത്തിന് കീഴിലായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഈ സമയം ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് സ്വർഗം കരഞ്ഞ സന്ദർഭങ്ങൾ അഥവാ സ്വർഗത്തിൻ്റെ ചില വേദനകൾ എന്നുള്ളതാണ്. നമുക്ക് വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും
എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. അവിടെ നാം വായിക്കുന്നു, മനുഷ്യൻ്റെ ദുഷ്ടത സ്വർഗത്തിലെ ദൈവം കണ്ടു. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമെല്ലാം ദോഷമുള്ളതെന്ന് നിത്യനായ ദൈവം കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള കാരണം കൊണ്ട് നിത്യനായ ദൈവം വേദനിക്കുന്നു. ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരും പാപത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി വേദനിക്കുന്നു. പുതിയ നിയമത്തിലൊരു ഉദാഹരണം പറഞ്ഞാൽ, മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വായിക്കുന്നു. മുടിയൻ പുത്രൻ അപ്പൻ്റെ വീട് വിട്ട്, അപ്പനെ വിട്ട്, അപ്പൻ്റെ ദേശം വിട്ട് ദൂരേക്ക് പോവുകയാണ്. അവൻ പോയി പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിച്ചു. അപ്പൻ അവനെ ഓർത്ത് വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൻ്റെ ഹൃദയത്തിന് വേദനയാണ്. എൻ്റെ മകൻ എന്നെ വിട്ടുപോയല്ലോ, അവൻ ഓരോ ദിവസവും പാപത്തിന് അടിമയായി തീരുന്നല്ലോ, പാപം ചെയ്ത് എന്നെ വേദനിപ്പിക്കുന്നല്ലോ. അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഏതാണ്? ദൈവമക്കളെ, അപ്പൻ അന്നു മുതൽ കരയാൻ ആരംഭിച്ചു. അപ്പൻ്റെ ഹൃദയത്തിന് വല്ലാത്ത വേദന. നാം പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം കരയുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അയ്യോ എന്ന് വിളിച്ചാണ് നിത്യനായ ദൈവം കരയുന്നത്. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. നിത്യനായ ദൈവം അവിടെ നിലവിളിക്കുകയാണ്. ആ നിലവിളി തുടങ്ങുന്നത് തന്നെ അയ്യോ എന്നുള്ള സ്വരത്തോടെയാണ്. അയ്യോ, ഈ ജാതി പാപമുള്ളതാണ്, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. തൻ്റെ ജനത്തെ കണ്ട് വേദനയോടെ, അതിവേദനയോടെ സ്വർഗത്തിലെ ദൈവം കരയുകയാണ്. അവൻ്റെ വേദന എന്താണ്? അവൻ്റെ വേദന, ഞാൻ കാൽവറിയിൽ എൻ്റെ പുത്രൻ ചങ്ക് പിളർന്നിട്ടും, ദൈവത്തിന് സ്തോത്രം, എൻ്റെ പുത്രൻ്റെ മുഴുവൻ രക്തവും കാൽവറിയിൽ ഈ ഭൂമിയിലെ ജലത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്തിട്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്നല്ലോ. അതാണ് സ്വർഗത്തിൻ്റെ വേദന. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ മുഴുവൻ പാപങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ ഓമനകുമാരനെ ഗോകുൽത്തായി ബലിയായി അർപ്പിച്ചു. എന്നാൽ ആ തിരുബലിയിൽ ആശ്രയിക്കാതെ, ആ തിരുരക്തത്തിൽ ശരണപ്പെടാതെ മനുഷ്യൻ എന്നും പാപം ചെയ്ത് കൂട്ടുമ്പോൾ നിത്യനായ ദൈവം കരയുന്നു. ദൈവമക്കളെ, ഞാൻ പാപം ചെയ്ത് അകന്നിടുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളം തേങ്ങും എന്ന് നമ്മൾ പാടാറുണ്ട്. ഞാൻ പിഴകൾ ചൊല്ലിയിടുമ്പോൾ ദൈവത്തിൻ്റെ കരൾ അലിയും എന്നും താൻ പാടുന്നു. ആ മുടിയൻ പുത്രൻ മടങ്ങി വന്നു. അവൻ അപ്പനോട് പറഞ്ഞു, പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തവനാണ്. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. ഇതുപോലെ ആരെല്ലാം ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ മകനെന്ന പദവിക്ക് എനിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ് ഈ തിരുവചനം കേൾക്കുമ്പോൾ കണ്ണുനീരോടെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വന്ന് ആരെല്ലാം സ്വയം അപ്പൻ്റെ മകനല്ല, അപ്പൻ്റെ മകളല്ല എന്ന് സമ്മതിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ആ മുടിയൻ പുത്രനെ അപ്പൻ സ്വീകരിച്ചതുപോലെ ഇന്നും നമ്മെ സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം കാത്തു നിൽക്കുന്നു. മുടിയൻ പുത്രനെ എങ്ങനെ സ്വീകരിച്ചു നമുക്കറിയാം. മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ദൂരത്തുനിന്ന് വരുന്നത് അപ്പൻ കണ്ടു. അപ്പൻ്റെ മനസ്സലിഞ്ഞ് അപ്പൻ ഓടി അങ്ങോട്ട് ചെന്നു. ഓടിച്ചെന്ന് ഈ തൻ്റെ മകനെ, പാപം ചെയ്ത് പാപത്തിൻ്റെ ആഴത്തിൽ കിടന്ന മകനെ ഒന്നും നോക്കാതെ അപ്പൻ കെട്ടി അങ്ങോട്ട് പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അപ്പൻ അവൻ്റെ ആ കവിളിൽ ഒരു ചുംബനം കൂടെ കൊടുത്തു. എന്നിട്ടോ അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദൈവമക്കളെ, നാം പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഈ സമയം സ്വർഗത്തിലെ കാൽവറിയിലെ തിരുക്കുമാരൻ്റെ ക്രൂശിൻ ചുവട്ടിൽ വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, ദൈവമക്കളെ, നമ്മളെ ഇതുപോലെ സ്വീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം കാത്തു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, മനുഷ്യൻ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ ആ പാപത്തെ കണ്ട് സ്വർഗത്തിലെ ദൈവം കരയുന്നു. എന്നാൽ അനുദപിച്ച് മടങ്ങി വരുന്ന പാവിയെ സ്വർഗത്തിലെ ദൈവം ഇതുപോലെ മുടിയൻ പുത്രനെ സ്വീകരിച്ച പോലെ സ്വീകരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിനയത്തോടെ ചോദിക്കട്ടെ, ദൈവമക്കളെ, നമ്മുടെ തീരുമാനം എന്താണ്? ഒന്നുകിൽ നമുക്ക് ദൈവത്തെ ദുഃഖിപ്പിക്കാം ഇനിയും, അല്ലെങ്കിൽ
സ്വർഗത്തിന് അല്പം സന്തോഷം കൊടുക്കാം. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കൾ എന്ത് തീരുമാനമെടുക്കും? സഹോദരങ്ങളെ, ഇനിയും സ്വർഗത്തിലെ ദൈവത്തിനെ ദുഃഖിപ്പിച്ച് വേദനിപ്പിച്ചും കരയിപ്പിച്ചും മുന്നോട്ട് പോകാനാണോ പരിപാടി? അതോ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ആശ്വാസപുത്രനായി അപ്പൻ്റെ മകനായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള കൊതിയും താല്പര്യവുമുണ്ടോ? തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്ന് വരണം. ദൈവമക്കളെ, ഞാൻ ഒരിക്കൽ കൂടെ നിർബന്ധിക്കട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന് ആശ്വാസം കൊടുക്കുന്ന ഒരു തീരുമാനം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിങ്ങൾ ഓരോരുത്തരും എടുക്കുമോ? ഒന്ന്, നാം പാപം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം കരയുന്നു. രണ്ടാമത്, സ്വർഗത്തിലെ ദൈവത്തിന് വേദന കൊടുക്കുന്ന രണ്ടാമത്തെ സന്ദർഭം ഏതാണ്? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വേദവാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തു കുരിശിന്മേൽ കിടന്ന് അവൻ നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പിതാവാൻ ദൈവം പോലും അവനെ കൈവിട്ടു. മനുഷ്യനെല്ലാവരും കൈവിട്ടു. സ്ലീഹന്മാർ കൈവിട്ടു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. ദൈവത്തിന് സ്തോത്രം, അവനെ സഹായിപ്പാൻ ആരുമില്ല. എന്നാൽ പിതാവാൻ ദൈവം പോലും കൈവിട്ടപ്പോൾ പുത്രനെ നിലവിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വേദനയോടെ, ഞരക്കത്തോടെ, അതിയായ സങ്കടത്തോടെ ക്രൂശിൽ കിടന്ന് അവൻ കരയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കൈവിട്ടത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തനും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നിത്യനായ ദൈവം ഈ ഓമനക്കുമാരൻ്റെ മേൽ നമ്മൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും ചുമത്തി. 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു. അതിൻ്റെ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. യഹോവ നമ്മുടെ എല്ലാവരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി എന്ന് യെശയ്യാ പ്രവാചകൻ എഴുതിയെങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമുക്ക് വേണ്ടി അവൻ പാപം ആക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവനെ പാപം ആക്കി. നാം ഓരോരുത്തരും ചെയ്തു കൂട്ടിയിട്ടുള്ള സകല പാപങ്ങളും അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള സകല വൃത്തികേടും യേശുവിൻ്റെ മേലായി. അവൻ അങ്ങനെ പാപമാക്കപ്പെട്ടവനായി ക്രൂശിന്മേൽ കിടന്നു. ദൈവം നീതിമാനാണ്. നീതിമാനായിരിക്കുന്ന ദൈവം ഒരു കാര്യം ദൈവത്തിന് ചെയ്തേ പറ്റൂ, ഈ പാപത്തിന് ശിക്ഷ കൊടുത്തേ പറ്റൂ. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് നാം റോമലേഖനത്തിൽ വായിക്കും. അതുകൊണ്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനവുമില്ല. ഇതും ദൈവത്തിൻ്റെ നിയമമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ പിതാവാൻ ദൈവം തകർത്ത് കളയാൻ വിട്ടുകൊടുത്തു. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ധ്യാനിച്ചു. ഈ പുത്രൻ്റെ 2 കൈകളും കെട്ടി 2 തൂണിനോട് കെട്ടിയിട്ടു പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച്. ദൈവത്തിന് സ്തോത്രം. 2 പടയാളികൾ മാറി മാറി നിന്നു, 2 വശത്ത് നിന്നു. എന്നിട്ടോ 2 പടയാളികളും മാറി മാറി ഇവനെ തല്ലി. ചൂണ്ടക്കുളത്ത് പോലുള്ള ചമ്മട്ടി കൊണ്ട് ഓരോ അടി കൊള്ളുമ്പോഴും ദൈവമക്കളെ ഈ ചൂണ്ടകൾ അവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചുറ്റി അങ്ങോട്ട് പിണയും. ഈ മാംസത്തിൽ ഇങ്ങനെ അത് ആഴ്ന്നിരിക്കും. ചമ്മട്ടി വലിച്ചെടുക്കുമ്പോൾ ആ ചൂണ്ടക്കുളത്ത് അവൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ആ മാംസം മുഴുവൻ പിളർന്ന് ഇങ്ങോട്ട് പോരും. ദൈവമക്കളെ, അവനെ ഉഴവുചാൽ പോലെ കീറിയെന്ന് വേദപുസ്തകം എഴുതി വെച്ചത് അങ്ങനെയാണ്. സഹോദരങ്ങളെ, ഞാൻ ധ്യാനിച്ചത് എന്താണെന്നറിയാമോ? ഈ വേദന ഇതുപോലെ പുത്രൻ കിടന്ന് അടികൊള്ളുമ്പോൾ പിതാവാൻ ദൈവം എവിടെയായിരുന്നു? സഹോദരങ്ങളെ, പിതാവാൻ ദൈവം സ്വർഗത്തിൽ അവനെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ ദൈവമക്കളെ, പിതാവാൻ ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ സ്വന്തം കുഞ്ഞിനെ, സ്വന്തം ഓമനപുത്രനെ ഇതുപോലെ അടിച്ചും ഉഴുതും ഇട്ടിരിക്കുന്നത് അവൻ കാണുന്നു. ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും അപ്പനും അമ്മയുമാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഒരു മകനാണ് ഇതുപോലെ അടികൊള്ളുന്നതെങ്കിൽ ഏതെല്ലാം അപ്പൻ്റെ ഹൃദയം പൊട്ടും, ഏതെല്ലാം അമ്മയുടെ കണ്ണുനീര് ചാലുകളായി ഒഴുകി വരും.
ഞാൻ വിനയത്തോടെ പറയട്ടെ, ഇതെല്ലാം കണ്ടുകൊണ്ട് പിതാവാം ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ പുത്രൻ്റെ അതിവേദന കണ്ടിട്ടും മുഖം തിരിച്ചു കളയാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം മകനേക്കാൾ ഈ പാപിയായിരിക്കുന്ന എന്നെ സ്നേഹിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതുമാത്രമേ ഉള്ളൂ. എന്നെ സ്വന്തം മകനേക്കാൾ കൂടുതൽ സ്നേഹിച്ച സ്വർഗത്തിലെ അപ്പൻ ജീവിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ ദൈവമക്കളെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം അവൻ തന്നു. സ്വന്തം പുത്രനെ പോലും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിന്മേൽ അവൻ തറച്ചു തന്നു. ഞാൻ ഒന്നുകൂടി ധ്യാനിച്ചു. ഈ പിതാവാം ദൈവം ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ ചുറ്റുമുള്ള മാലാഖമാരോ, എത്രയോ വൃന്ദം മാലാഖമാരുണ്ട്. അവർക്ക് കഴിവുകളില്ലേ ദൈവമക്കളെ? എല്ലാത്തിനെയും വേണമെങ്കിൽ അവർക്ക് തച്ച് ഉടയ്ക്കാമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ ഹിംസിക്കാമായിരുന്നു. എന്നാൽ ദൈവമക്കളെ, മാലാഖമാർ അവർ കൊതിയോടെ പിതാവാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ട്? എൻ്റെ പിതാവേ, നിന്റെ മടിയിലിരുന്നവനല്ലേ ഈ ഓമനപുത്രൻ? ഇപ്പോൾ ഭൂമിയിൽ അടികൊള്ളുകയല്ലേ? അവൻ്റെ പുഴവുചാൽ പോലെ അവൻ്റെ ദേഹം കീറുകയല്ലേ? ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കൊരു അനുവാദം തരാമോ? ഞങ്ങൾക്കൊരു അനുവാദം തരുമെങ്കിൽ ഞങ്ങൾ ഭൂമിയിലേക്ക് ചെന്ന് ഈ ചെയ്യുന്നവരെല്ലാം ഭസ്മമാക്കിയിട്ട് നിങ്ങൾ ഈ പുത്രനെ വിടുവിക്കാം. അവർ കൊതിയോടെ പിതാവാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ പിതാവാം ദൈവം മുഖം തിരിച്ചു. അവർക്ക് അനുവാദം കൊടുത്തില്ല. ദൈവമക്കളെ, അതിനും ഒരേ ഒരു കാരണം. ഈ മഹാഭാവിയായിരിക്കുന്ന എന്നെ സ്വർഗത്തിലെ ദൈവം ഇതുപോലെ സ്നേഹിച്ചതുകൊണ്ട്, സ്വർഗത്തിലെ ദൈവം ഇതുപോലെ കരുതിയതുകൊണ്ട് സ്വന്തം പുത്രനെ അവൻ ഗോകുൽത്തായിൽ കൈവിട്ടു. സ്വന്തം പുത്രൻ ഗോകുൽത്തായിൽ കിടന്ന് അയ്യം വിളിച്ച് നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഞാൻ ചോദിക്കട്ടെ, ഏത് പിതാവിൻ്റെ ഹൃദയം തകർന്നു പോവുകയില്ല? ദൈവമക്കളെ, ഏതെല്ലാം പിതാവ് കണ്ണുനീരോടെ കരഞ്ഞു കാണുകയില്ലേ? ഞാൻ ധ്യാനിക്കുന്നു, സ്വർഗത്തിലെ പിതാവാൻ ദൈവം അവൻ ഭൂമിയിലേക്ക് നോക്കാൻ ശക്തിയില്ലാതെ കണ്ണുകൾ രണ്ടും പൊത്തി കരഞ്ഞു എന്നത് വേറെ ആരും കാണാതിരിക്കാൻ കണ്ണുകൾ രണ്ടും പൊത്തി. ദൈവത്തിന് സ്തോത്രം. അവനാ സ്വർഗത്തിലൂടെ നടന്നു കാണും. ദൈവമക്കളെ, മാലാഖമാരോ അവർ ഭൂമിയിലേക്ക് നോക്കുമ്പോഴും ഇതെല്ലാമാണ് കാണുന്നത്. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അവരും ആർത്തലച്ച് കരഞ്ഞു കാണും. ഈ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ സ്വർഗം നിശ്ചലമായി, സ്വർഗത്തിൽ കണ്ണുനീർ വീണു, സ്വർഗം നെടുങ്ങിപ്പോയി. എനിക്ക് വേണ്ടി പിതാവാന്തയും ഇതുപോലെ വേദനിച്ചു. എന്നെ രക്ഷിക്കുവാൻ, എന്നെ നേടുവാൻ, എന്നെ സ്വർഗത്തിലിരുത്തുവാൻ പുത്രന പിതാവാന്തയും ഇതുപോലെ എന്നെ കരുതി, എന്നെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് രണ്ടാമത്തെ കാര്യം. ക്രൂശീകരണ സമയത്ത് സ്വർഗം വേദനിച്ചു, ക്രൂശീകരണ സമയത്ത് സ്വർഗം കരഞ്ഞു. മൂന്നാമത്തെ സന്ദർഭം ഏതാണ്? നമുക്ക് വായിക്കാം. മൂന്നാമത്തെ സന്ദർഭം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കാം. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യം? 32-ാമത്തെ വാക്യം. മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവമക്കളെ, ഒരു മനുഷ്യൻ തൻ്റെ മരണക്കിടക്കയിൽ, ഒരു മനുഷ്യൻ പാപിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. പാപത്തിൽ ഒരു മനുഷ്യൻ മരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകും? നമുക്കറിയാം. ദൈവത്തിന് ഈ ആത്മാവിന് അവകാശമുണ്ടോ? ഇല്ല. അത് നിത്യനായ പിശാചിന് അവകാശപ്പെട്ട ആത്മാവാണ്. ഇത് നിത്യസ്വർഗത്തിൽ പോകാതെ നിത്യനരകത്തിലേക്ക് ഈ ആത്മാവ് ചെന്ന് പതിക്കും. അപ്പോൾ സ്വർഗം വേദനിക്കും. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ പുത്രനെ ഇതുപോലെ തകർത്ത് കളഞ്ഞിട്ടും നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായ സകലതും ചെയ്ത് പുത്രനായ ദൈവം ഗോകുൽത്തായിൽ പിടഞ്ഞു മരിച്ചിട്ടും ഈ ആത്മാവ് നരകത്തിലേക്ക് പോയല്ലോ എന്നാണ് സ്വർഗത്തിൻ്റെ വേദന. ദൈവമക്കളെ, അങ്ങനെ നിത്യനരകത്തിൽ പോകുന്ന, നിത്യനരകത്തിലേക്ക് പതിക്കുന്ന ആത്മാക്കളെ കണ്ട് സ്വർഗം കരയും. അല്ലെങ്കിൽ പാപത്തിൽ മരിക്കുന്ന ആത്മാക്കളെ നോക്കി സ്വർഗത്തിന് വേദനയുണ്ടാകും. ഞാനൊരു ഉദാഹരണം വായിച്ചു. ദൈവമക്കളെ, അമേരിക്കയിലാണ്. അമേരിക്കയിലെ പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്ന വലിയ കൊലപാതകം ചെയ്ത ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ കുടുംബം ദയാഹർജി കൊടുത്തു. പ്രസിഡന്റ് അനുവദിച്ചു. ദയാഹർജിയുമായിട്ട് ഗവർണർ അദ്ദേഹത്തിന് കിടക്കുന്ന ജയിലിലേക്ക് വന്നു. ഈ ദയാഹർജിയുടെ കാര്യം അദ്ദേഹത്തോട് സംസാരിക്കാനാണ് വന്നത്. എന്നാൽ ഈ മനുഷ്യനാകട്ടെ ഈ പ്രസിഡന്റ് കൊടുത്ത ദയാഹർജിയെ മുഴുവൻ നിരാകരിച്ചു. അദ്ദേഹം അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അതൊരു നിയമപ്രശ്നമായി വീണ്ടും കോടതിയിലേക്ക് വന്നു. പ്രസിഡന്റ് അദ്ദേഹത്തിന് മോചനം കൊടുത്തു. ശരി, പക്ഷേ ഈ പ്രതി അംഗീകരിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ
അദ്ദേഹത്തെ തൂക്കിലേറ്റണം. സഹോദരങ്ങളെ, ആ മനുഷ്യനെ തൂക്കിലേറ്റി. അദ്ദേഹത്തിന് മോചനപത്രമില്ലാത്തതുകൊണ്ടല്ല, മോചനത്തിൻ്റെ ഉത്തരവുണ്ട്. പക്ഷേ അദ്ദേഹം മരിക്കാനിടയായി. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പുത്രനാം ദൈവം ഈ ഭൂമിയിൽ നമ്മെ രക്ഷിക്കാനായി ഗോകുൽത്തായിൽ സകലതും അവൻ പൂർത്തിയാക്കി. എന്നാൽ വ്യക്തിപരമായി ഞാനത് അംഗീകരിക്കുന്നില്ല എങ്കിൽ, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നില്ല എങ്കിൽ, ഞാൻ പാപത്തിൽ മരിക്കാനിടയായി എങ്കിൽ, സഹോദരങ്ങളെ, എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. അതിന് സ്വർഗം ഒരിക്കലും ഉത്തരവാദിയല്ല. ഞാൻ തന്നെയാണ് എൻ്റെ നരകത്തിൽ പോകാനുള്ള കാരണം. ഞാൻ മാത്രമാണ്. സ്വർഗം അതിന് ഉത്തരവാദിയേ അല്ല. ദൈവമക്കളെ, അങ്ങനെ സ്വർഗം ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു. എന്നിട്ടും ഈ പാവപ്പെട്ട ഞാൻ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിന് വേദനയാണ്, സ്വർഗത്തിന് കണ്ണുനീരാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വേദവാക്യം കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ നഗരത്തെ നോക്കി കരഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചു, ഈ യെരുശലേം നഗരത്തിലെ കെട്ടിടങ്ങളെ നോക്കിയാണോ യേശു ക്രിസ്തു കരഞ്ഞത്? ഒരിക്കലുമല്ല. ഇതിന് വരുന്ന നാശമോർത്താണോ കരഞ്ഞത്? അതും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. മറിച്ച് ഇവിടെ വസിക്കുന്ന കുറേ ജനമുണ്ട്, എട്ടും പൊട്ടും തിരിയാത്തവർ. ഈ നഗരം നശിക്കുമ്പോൾ ഈ ജനമെല്ലാം നശിക്കും. പാപം ചെയ്ത ഒരു പറ്റം ജനം, പാപത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ജനം. ദൈവമക്കളെ, ഇവരുടെ ആത്മാക്കളെല്ലാം നിത്യനരകത്തിലേക്ക് പോകുന്നല്ലോ എന്നോർത്ത് വേദനയോടെ കർത്താവായ യേശു ക്രിസ്തു കരഞ്ഞു. സഹോദരങ്ങളെ, നമ്മെ നോക്കി സ്വർഗം കരയുമോ? നമ്മെ നോക്കി സ്വർഗം വേദനിക്കുമോ? പാപം ചെയ്യുന്ന ഓരോരുത്തരും മരണത്തോടെ നിത്യനരകത്തിലേക്ക് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ സ്വർഗം എന്നെ നോക്കി കരയും. അയ്യോ, എൻ്റെ പുത്രൻ ഇതുപോലെ മരിച്ചിട്ടും, ചങ്ക് പൊട്ടി മരിച്ചിട്ടും, രക്തം മുഴുവൻ ഊറ്റിത്തന്നു മരിച്ചിട്ടും ഇവൻ പാപത്തെ വിടുന്നില്ലല്ലോ, നിത്യമായ നരകത്തിന് അവകാശിയായി മാറിയല്ലോ എന്നോർത്ത് സ്വർഗം വേദനിക്കും. ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ പാടി എന്താണെന്നറിയാമോ? എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ, എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോ. അയ്യോ എന്നാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അയ്യോ, ഞാൻ ഈ പാപത്തിൽ ചാകാൻ ഇടവരരുതേ കർത്താവേ എന്ന് പിതാക്കന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ കണ്ണുനീരോടെ നിന്റെ സന്നിധിയിൽ വരുന്നു. ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഈ സമയം കണ്ണുനീരോടെ അയ്യോ അപ്പാ, എന്നെ മരിക്കാനായി നിത്യനരകത്തിലേക്ക് എന്നെ വിടല്ലേ അപ്പാ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ നമുക്ക് ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലാം. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന തിരുരക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് അവനോട് വാക്ക് പറയാം, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി പാപം കൂടാതെ നിന്നുകൊള്ളാമെന്ന ഒരു സമർപ്പണം ഈ സമയം ആരെല്ലാം എടുക്കും? ദൈവമക്കളെ, സ്വർഗം നമ്മെ നോക്കി ഒരിക്കലും കരയാനിടവരരുത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം, 35-ാമത്തെ വാക്യം വരെ. അവിടെ നാം വായിക്കുന്നത് ലാസറിന്റെ കാര്യമാണ്. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തു. അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചു. എന്തുകൊണ്ട് കണ്ണുനീർ വാർത്തു? മാർത്ത കരയുന്നു, മറിയെ കരയുന്നു. ദൈവമക്കളെ, ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ കണ്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? ഈ ഭൂമിയിൽ അക്ഷരികമായി നമ്മുടെ കൂടെയില്ല. എന്നാൽ അവൻ സ്വർഗത്തിൽ പിതാവാൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ഭൂമിയിലേക്ക് നോക്കി നമ്മളെല്ലാവരെയും കാണുന്നു. നാം ഒരു ദൈവോദലിൽ ഭൂമിയിൽ നിന്ന് കരയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് കാണുന്ന സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യന്റെ വേദന കണ്ട് കരഞ്ഞവൻ സ്വർഗത്തിലായിരിക്കുമ്പോഴും ഈ പാവപ്പെട്ട നമ്മൾ ഓരോരുത്തരും കരയുമ്പോൾ അവൻ നമ്മോട് കൂടെ കരയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വേദന കണ്ട് കരയുന്ന യേശു ക്രിസ്തു ജീവിക്കുന്നു സ്വർഗത്തിൽ. എൻ്റെ ഭാരങ്ങൾ കണ്ട്, എൻ്റെ രോഗങ്ങൾ കണ്ട് ഞാൻ കരയുമ്പോൾ ആ യേശു ക്രിസ്തു എന്നോടുകൂടെ കരയുന്നു.
ഞാൻ ഒന്നുകൂടെ പറയട്ടെ ദൈവമക്കളെ, നമ്മോട് കൂടെ കരയുന്ന ഒരു നല്ലവനായ ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഈ സമയം നമ്മുടെ കണ്ണുനീർ കാണുന്ന യേശു ക്രിസ്തു ജീവിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരുടെയും കണ്ണിൽ നിന്ന് ഓരോ തുള്ളി കണ്ണുനീര് വീഴുമ്പോഴും സ്വർഗത്തിലെ ദൈവം അത് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മോട് കൂടെ ചേർന്നിരുന്ന് കരയുന്നവനാണ്. ഈ സമയം നമുക്ക് നമ്മുടെ ഭാരങ്ങൾ, നമുക്ക് നമ്മുടെ വേദനകൾ, നമുക്ക് നമ്മുടെ കണ്ണുനീരുകൾ എല്ലാം അവനോട് ഏറ്റു പറയാം. കർത്താവേ, എൻ്റെ വേദന ഇതാണ്, എൻ്റെ രോഗം ഇതാണ്, എൻ്റെ ഭാരം ഇതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ലോകത്തുള്ള ഭാരങ്ങളെല്ലാം നമുക്ക് പറയാം. എന്നിട്ട് അവനോട് വീണ്ടും പറയാം, കർത്താവേ, എൻ്റെ പാപവും ഇന്നതാണ്, ഒന്നും നീക്കി തരണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു അപ്പൻ, നമ്മുടെ വേദനകൾക്ക് അറുതി തരുന്ന അപ്പൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുന്ന അപ്പൻ തൻ്റെ തിരുരക്തവുമായി നമ്മളെ ഈ സമയം സന്ദർശിക്കട്ടെ. അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് സ്വർഗം നമ്മെ തലോടട്ടെ. അവൻ്റെ അത്ഭുത കരം നമ്മുടെ മേൽ വയ്ക്കട്ടെ. അവൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം കൊണ്ട് നമ്മുടെ തലമേൽ വച്ച് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കട്ടെ. ഈ സമയം സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹത്താലും നിറയ്ക്കണമേ അപ്പോ എന്ന് ആരെല്ലാം പ്രാർത്ഥിക്കും. ദൈവമക്കളെ, നമ്മെ താങ്ങുന്ന, നമ്മെ തഴുകുന്ന, നമ്മെ തലോടാൻ വെമ്പുന്ന സ്വർഗത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പാപമുള്ള ജീവിതം ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം, കർത്താവേ, എൻ്റെ നാറുന്ന ജീവിതം നിന്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമുക്ക് സമർപ്പണം പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, നീ തന്ന ദൂതുകൾക്കായി സ്തോത്രം. നിന്നെ ഒരിക്കലും കരയിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ ഇന്ന് ഒരു തീരുമാനം നിന്നോട് പറയുന്നു. കർത്താവേ, മേലാൽ നിന്റെ കണ്ണുനീര് വീഴിക്കാതിരിക്കാൻ ഈ എന്നോട് മനസ്സലിഞ്ഞ് അതിനുള്ള കൃപ എനിക്ക് തരണമേ. നിശ്ചയമായും നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനൊരു തീരുമാനമെടുക്കുന്നു. അതിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ. സ്വർഗം എന്നെ മാനിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.